പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥം പുളിമാത്ത് പഞ്ചായത്ത് UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് SS സുമേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുൻ MLAയും KPCC ഉപാധ്യക്ഷനുമായ T. ശരത്ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വണ്ടൂർ മണ്ഡലത്തിൽ പോയിട്ട് ഇന്ന് രാവിലെ 7 മണിക്കാണ് എത്തിയത്. ട്രെയിനിലാണെങ്കിൽ കുഴപ്പമില്ല, കാറിൽ പോയിട്ട് 7 മണിക്കാണ് കാറിൽ തിരുവനന്തപുരത്ത് എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഞാൻ പഠിച്ച കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡൻ്റാണ് ഞാൻ. 4 നൂറ്റാണ്ടായി. അതിൻ്റെ കൺവെൻഷനായിരുന്നു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി 2-3 മരണ വീടുകളിൽ പോകണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് പിന്നെയും വന്നത്. അതുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗമൊന്നും നടത്തുന്നില്ല. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥ ഞാനിന്നലെ നേരിട്ട് 3 സ്ഥലങ്ങളിൽ കണ്ടതാണ്. അതിഗംഭീരമായ ജനത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ ജാഥ വരുന്നത്. അതിന് രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്തുള്ള ജാഥയാണ്. സ്വാഭാവികമായി അതിൻ്റെ ഒരു ഗൗരവം എല്ലാ പാർട്ടി പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രചരണ ജാഥ എന്നുള്ളതിനെയും പ്രതിപക്ഷ നേതാവും മറ്റ് UDF നേതാക്കന്മാരും എന്തു പറയുന്നു എന്ന് കേൾക്കാൻ പൊതുജനങ്ങൾ കൂടി എത്തിച്ചേരുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത്. പാർട്ടി പ്രവർത്തകർ വന്ന് കസേരയിലൊക്കെ ഇരുന്ന് സാന്നിധ്യം കൊണ്ട് ഗംഭീരമാക്കും. അതിനുമപ്പുറം ഈ പാർട്ടി പ്രവർത്തകർ ഇരിക്കുന്നതിനും പുറകിലായി വശങ്ങളിലായി നൂറുകണക്കിന് ആളുകൾ കൂടി നിന്ന് ഈ ജാഥയെ സ്വീകരിക്കാനും ജാഥയെ വീക്ഷിക്കാനുമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. UDFൻ്റെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തോടെയാണ്, മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ജാഥയെ അങ്ങനെ തന്നെയാണ് വീക്ഷിക്കുന്നത്. നമ്മൾ ഒരുപാട് ജാഥകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ജാഥയ്ക്ക് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഞാനും കണ്ടൊരു പ്രത്യേകത, പൂർണ്ണമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല ശ്രീ വി.ഡി. സതീശനും UDFൻ്റെ കക്ഷി നേതാക്കന്മാരും ഈ ജാഥയിൽ പ്രസംഗിക്കുന്നത്. മുമ്പേ വന്ന് പ്രസംഗിക്കുന്നവരൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഉദ്ഘാടന പ്രാസംഗികരും ജാഥാ ക്യാപ്റ്റനും നടത്തുന്ന വർത്തമാനം വിഭിന്നമായ ഒരു വർത്തമാനമാണ്. ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഒരു ജാഥയായിട്ടല്ല ഈ ജാഥയെ ജനങ്ങൾ കാണുന്നതും UDF രൂപകൽപ്പന നൽകിയത്. 10 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ നമ്മൾ വിമർശിക്കുമ്പോൾ, എങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം ചില മാധ്യമങ്ങളും ചിന്തിക്കുന്ന, പത്രം വായിക്കുന്ന, ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് വിരൽത്തുമ്പിൽ കൂടി എന്തും നമ്മുടെ കൺമുമ്പിലെത്തുന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണകൂടത്തിനെതിരെ കുറ്റം പറഞ്ഞാൽ മാത്രം മതിയോ? UDF അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് വി.ഡി. സതീശൻ മറുപടി പറയുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറിമാരായ A. ഷിഹാബുദ്ദീൻ, NR ജോഷി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് A. അഹമ്മദ് കബീർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ അനിൽ, ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ S. സുസ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കണ്ണൻ പുല്ലയിൽ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ജനപ്രതിനിധികളായ ബേബി M, അഞ്ജന S, ബൈജു P, ആശ AS,
ജി രവീന്ദ്രഗോപാൽ തുടങ്ങിയ നേതാക്കളും കൺവെൻഷനിൽ പങ്കുചേർന്നു. വരാനിരിക്കുന്ന പുതുയുഗ യാത്രയുടെ വിജയത്തിനായി വിപുലമായ പ്രചരണ പരിപാടികൾക്കാണ് കൺവെൻഷൻ രൂപം നൽകിയത്. വിസ്മയ ന്യൂസ്, കിളിമാനൂർ.